മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സത്യവാങ്മൂലത്തിനെതിരെയാണ് വിമർശനം. വായ്പ എഴുതിത്തള്ളാൻ സർക്കാരിന് നടപടി സ്വീകരിക്കാൻ കഴിയും, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അശക്തർ എന്ന് പറയേണ്ടി വരുമെന്ന് കോടതി പറഞ്ഞു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, നേരത്തെയും ഈ വിഷയത്തിലൊക്കെ കോടതി ഇടപെട്ടതാണ്. ചില ചോദ്യങ്ങളൊക്കെ രൂക്ഷ വിമർശന സ്വഭാവത്തിൽ അന്നും കോടതി ചോദിച്ചിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിലായി കോടതി ഇന്ന് പറഞ്ഞത് എന്താണ്? വായ്പ എഴുതിത്തള്ളണം എന്നതിലേക്ക് തന്നെയാണോ കോടതി എത്തിച്ചേർന്നത്? കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാരിനോട് ഈ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ പറഞ്ഞത്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു. അതായത് ദുരന്ത നിവാരണ അതോറിറ്റി ഇത്തരത്തിൽ സത്യവാങ്മൂലം എഴുതിത്തള്ളാനുള്ള ഒരു ശുപാർശ അവർക്ക് ചെയ്യാൻ അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സത്യവാങ്മൂലമാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. അതിന്മേലാണ് ഇന്ന് ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനം ഉണ്ടായിട്ടുള്ളത്. ദുരന്ത നിവാരണ അതോറിറ്റി അങ്ങനെ പറഞ്ഞെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാനാവില്ലേ എന്നായിരുന്നു ചോദിച്ചത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാനാകില്ല എങ്കിൽ കേന്ദ്ര സർക്കാർ അശക്തരാണെന്ന് പറയേണ്ടി വരുമെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. ആ ഘട്ടത്തിലാണ് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. 3 ആഴ്ചത്തെ സാവകാശം ഈ വിഷയത്തിൽ നിലപാടെടുക്കാൻ വേണം എന്ന് കോടതിയെ അറിയിക്കുകയായിരുന്നു. അത്തരത്തിൽ 3 ആഴ്ച സാവകാശം ഹൈക്കോടതി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ സമാനമായ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സത്യവാങ്മൂലം അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യം കോടതിയിൽ ധരിപ്പിച്ചതാണ് കോടതിയിൽ നിന്ന് വിമർശനത്തിന് ഇടയാക്കിയത്. 3 ആഴ്ചയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കേന്ദ്ര സർക്കാർ വരുത്തുകയും ഇതിൽ കോടതി ഇത്രയധികം ചൊടിപ്പിക്കാനുണ്ടായ കാരണം എന്താണ്? ഈ സത്യവാങ്മൂലത്തിൽ കേന്ദ്രം പ്രകടിപ്പിച്ച ഏത് നിലപാടാണ് കോടതി ഇത്രയധികം ചൊടിപ്പിച്ചത്, വിഷ്ണു? അതായത് ദുരന്ത നിവാരണ അതോറിറ്റി കേന്ദ്രത്തിന് ഒരു കത്ത് നൽകിയിരുന്നു. ഞങ്ങൾക്ക് ഇത്തരത്തിൽ വായ്പ എഴുതിത്തള്ളാൻ ശുപാർശ ചെയ്യാനുള്ള അധികാരമില്ല. കഴിഞ്ഞ മാർച്ചിൽ അത്തരത്തിലുള്ള ഭേദഗതി വന്ന ഘട്ടത്തിലാണ് ആ അധികാരം തങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് നിലവിൽ ആ വിഷയത്തിൽ ഇടപെടാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദുരന്ത നിവാരണ അതോറിറ്റി കേന്ദ്ര സർക്കാരിന് ആ വിവരം അറിയിച്ചത്. അത് ചൂണ്ടിക്കാട്ടി, ആ മറുപടി അടക്കം ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. ഈ സത്യവാങ്മൂലത്തെയാണ് കോടതി ചൊടിപ്പിച്ചത്. സാധാരണഗതിയിൽ കേന്ദ്ര സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അധികാരമുണ്ട്. നിങ്ങൾക്ക് അധികാരം ഇല്ല എന്ന് ഒന്നിൽ തുറന്ന് സമ്മതിക്കണം, അതല്ല എങ്കിൽ ഈ കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചത്. വളരെ രൂക്ഷമായ ഭാഷയിലാണ് കോടതി കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അധികാരമുണ്ടായിട്ട് ഞങ്ങളത് ചെയ്യാനാവില്ല എന്ന് പറയണം, അതല്ല എങ്കിൽ നിങ്ങൾ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കണം, അതല്ലെങ്കിൽ കോടതിക്ക് തന്നെ പറയേണ്ടി വരും കേന്ദ്ര സർക്കാർ അശക്തർ എന്ന തുടങ്ങിയ നടപടികളാണ് ഈ കേസ് പരിഗണിച്ച ബെഞ്ച് വ്യക്തമാക്കിയത്. അനുജ, അതെ, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലാണ് കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് വീണ്ടും ഹൈക്കോടതി രംഗത്തെത്തിയത്. വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സത്യവാങ്മൂലത്തിനെതിരെയാണ് രൂക്ഷ വിമർശനമുണ്ടായത്. സർക്കാരിന് അതിൽ നടപടി സ്വീകരിക്കാൻ കഴിയും, അതല്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ അശക്തരെന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. ഇതിൽ കേന്ദ്രം കുറച്ചുകൂടി സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ സമയം കോടതി ഇന്ന് അനുവദിക്കുകയും ചെയ്തു.